ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Max. അപ്പൊ NSK Maxന്റെ മറ്റൊരു ഷോർട്ട് വീഡിയോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഷോർട്ട് വീഡിയോ ആണ്. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് പ്രതീക്ഷിക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. തന്നിരിക്കുന്ന ഈ പോളിനോമിയൽ എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചത്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാകുന്ന രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി. ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രണ്ട് സംഖ്യകളുണ്ട് അല്ലെ. എക്സ് സ്ക്വയർ നോക്കണ്ട, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഈ 7നെയും ഈ 6നെയും ആണ് നോക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, 7 എന്ന് പറയുന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്? നമുക്കറിയാം, സംഖ്യകൾ നമുക്ക് പല സംഖ്യകളുണ്ട് അല്ലെ. 4ഉം 3ഉം കൂടെ കൂട്ടിയ 7ആണ്. അതേപോലെ തന്നെ 6ഉം 1ഉം കൂടെ കൂട്ടിയാൽ 7ആണ്. അങ്ങനെ പല സംഖ്യകളുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ 4ഉം 3ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 7 കിട്ടിയെങ്കിൽ ഈ 4ഉം 3ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്തും കിട്ടണം? ഈ 6ഉം കിട്ടണം. പക്ഷെ 4ഉം 3ഉം തമ്മിൽ കൂട്ടുമ്പോൾ 7 മാത്രമേ കിട്ടുന്നുള്ളൂ. 4ഉം 3ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 6 അല്ല കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവന്മാരെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 6ഉം 1ഉം. 6ഉം 1ഉം 7ആണ് അല്ലെ. 6ഉം 1ഉം 7ആണ്. 6 ഗുണം 1ഉം 6ഉം കൂടെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇവിടുത്തെ സംഖ്യകൾ ഏതാണ്? 6ഉം 1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാക്ടർ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി ഈ പോളിനോമിയൽ കിട്ടണമെങ്കിൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസുമാണ് അല്ലെ. അപ്പൊ ആ പോളിനോമിയൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 6ഉം 1ഉം കിട്ടിയല്ലോ. ഇത് എന്ത് 6 ആ? +6. ഇത് എന്ത് 1 ആ? +1. അതുകൊണ്ട് നമ്മുടെ ഫാക്ടർ എന്തായിരിക്കും? x+6 ഒരു ഫാക്ടർ, രണ്ടാമത്തെ ഫാക്ടർ x+1 മറ്റൊരു ഫാക്ടർ. ഇതിന്റെ വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനലിൽ കയറി അത് വിശദമായിട്ട് ആ ചാപ്റ്റർ ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഷോർട്ട് വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.